നമ്മൾ മലയാളികളുടെ ഫുഡ് ഐറ്റംസ് മാത്രം കഴിച്ചാൽ പോരല്ലോ, മറ്റു ദേശക്കാരുടെയും ഭാഷക്കാരുടെയും ഫുഡ് കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കൂർഗുകാരുടെ വിശേഷപ്പെട്ട ഒരു പലഹാരമാണ്. എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന പാപ്പുട്ട്. പാപ്പുട്ടിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ സിമ്പിളാണ്, നമുക്ക് വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കൊടകുകാരുടെ പാപ്പുട്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റൈസ് റവ, അതായത് റൈസിൻ്റെ നുറുക്ക്, പൊടിഞ്ഞരി എന്നും പറയും. ഈ പാപ്പുട്ട് ഉണ്ടാക്കാൻ എളുപ്പത്തിലൊരു സൂത്രം പറഞ്ഞുതരാം. ഒരു 2 കപ്പ് പച്ചരി എടുത്തിട്ട് കഴുകിയിട്ട് അപ്പം തന്നെ അരിപ്പയിൽ വെള്ളം ഊറ്റി കൊടുക്കുക, കുതിർത്ത് വെക്കേണ്ടതില്ല. പിന്നെ മിക്സി ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. അധികം പൊടിക്കേണ്ട ആവശ്യമില്ല, നുറുക്കിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ 2 കപ്പ് അരി കഴുകി അരിപ്പയിലേക്ക് വെള്ളം ഊറാൻ വെച്ചിട്ടുണ്ട്. കൂടെ ഒരു 5-10 ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഈ അരി മിക്സി ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവാണ്, ശേഷം കാണിക്കാം. കൂടുതൽ പൊടിഞ്ഞു പോവരുത്, ഇത്തിരി വലിയ തരികളായിട്ടാണ് വേണ്ടത്, അതുകൊണ്ടാണ് കുതിർത്ത് വെക്കാതിരുന്നത്. അരി 2 തവണ ഞാൻ ഇട്ട് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ തരികളായിട്ട് പൊടിച്ചെടുക്കണം. ഇതിൽ മിക്സ് ചെയ്യാനായിക്കൊണ്ട് 2 കപ്പ് അരിക്ക് 2 കപ്പ് മിൽക്ക് വേണം. പിന്നെ 1 കപ്പിന് 1/2 കപ്പ് വെള്ളം എന്നുള്ളതിൽ 1 കപ്പ് വെള്ളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇത്തിരി ടേസ്റ്റ് കൂട്ടാനായിക്കൊണ്ട് 1.5 കപ്പ് സാദാ മിൽക്കും 1/2 കപ്പ് കോക്കനട്ട് മിൽക്കുമാണ് ഞാൻ മിക്സ് ചെയ്തത്. അത് നമ്മുടെ ഇഷ്ടമാണ്, അത് നിങ്ങളങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. 2 കപ്പ് മിൽക്ക് തന്നെ എടുത്താൽ മതി. കൂടാതെ 1 കപ്പ് നിറയെ ചെരുവ തേങ്ങ എടുത്തിട്ടുണ്ട്, അതിലൊരു 1/4 ഭാഗം ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറയെ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, പാകത്തിന് ഉപ്പും. ഇത് നല്ല മധുരം ചേർത്തും ഉണ്ടാക്കി കഴിക്കാം. ഞാൻ കറി കൂട്ടി കഴിക്കാനുള്ളത് കൊണ്ടാണ് ഷുഗറിൻ്റെ അളവ് കുറച്ച് 1 ടീസ്പൂൺ ആക്കി, അല്ലെങ്കിൽ കൂടുതൽ ആവശ്യം വേണ്ടത്ര പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി തേങ്ങയും അരിയും എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി തേങ്ങയുടെ പാലിറങ്ങുന്ന വിധം ഞെരടി കൊടുക്കണം. ശേഷം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് മാറ്റി വെക്കണം. അരിയുടെ തരിയൊക്കെ ഇതുപോലെ അടിയിൽ ഊറിക്കിടക്കും. റെഡിയാക്കിയ ബാറ്റർ മാറ്റി വെച്ച ശേഷം ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യിലോ വെളിച്ചെണ്ണയിലോ എങ്കിലും ചെയ്ത് വെച്ചാൽ മതി. ഇന്നതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ബട്ടറിലോ ആവാം. പ്ലേറ്റോട്ട് കുറച്ച് തേങ്ങ വിതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതി, കാരണം വെച്ചാൽ നമ്മൾ തേങ്ങ നിറയെ അതിലോട്ട് ഞെരടി ചേർത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ പ്ലേറ്റ് കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്രീസ് ചെയ്തിട്ട്. അത് ഈ വലിയ പ്ലേറ്റിൽ കൊള്ളില്ല, അപ്പം ബാക്കിയുള്ളത് ഇതിലും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൽ മിക്സ് ചെയ്യുന്ന വെള്ളത്തിൻ്റെയും മിൽക്കിൻ്റെയും അളവ് ഒട്ടും കുറയ്ക്കരുത്. വെള്ളം കുറഞ്ഞു പോയാൽ ശരിക്കും വെന്ത് കിട്ടില്ല. നമ്മുടെ ബാറ്റർ മാറ്റി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനിയിപ്പം അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച്, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഡ്ലിച്ചെമ്പോ ഏത് പാത്രം നിങ്ങൾക്ക് പറ്റുക വെച്ചാൽ അതിനനുസരിച്ച്. ഞാൻ പ്ലേറ്റ് വലുതായതുകൊണ്ട് വേറൊരു പാത്രത്തിലാണ് വെള്ളം വെക്കുന്നത്. നിങ്ങളുടെ സൗകര്യം പോലെ ഏതിലാണെന്ന് വെച്ചാൽ ആവിക്ക് വെച്ച് ഒരു 15 മിനിറ്റ് എന്തായാലും വേണ്ടി വരും, 15-17 മിനിറ്റോളം വേണ്ടി വരും വെന്ത് വരാൻ. പ്ലേറ്റ് ആയാലും ട്രേ ആയാലും ഏതിലായാലും അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കരുത്, നിറയെ ചെയ്യരുത്. ഒരു അരഭാഗത്തിൽ ഇത്തിരി കൂടാം, അതിലപ്പുറം കൂടിയാൽ ശരിക്കും വെന്ത് കിട്ടില്ല. ചെറിയ പ്ലേറ്റിലോട്ട് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ എടുത്തു വെക്കാൻ കുറച്ച് വിഷമമാണ് വലിയ പ്ലേറ്റ് ആയതുകൊണ്ട്. വലിയ പ്ലേറ്റിലോട്ട് ഫില്ല് ചെയ്യാൻ പോവാണ്. ഞാൻ അതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി ചേർത്ത് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിലെ തരികളൊക്കെ അടിയിൽ തന്നെ കിടക്കും, നല്ല തരിയായിട്ട് അടിയിലുണ്ടാവുക. എന്നിട്ട് മേലെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തേങ്ങ കൂടി അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ അടച്ചു വെക്കുകയാണ്. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ തുറന്നിട്ടൊന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് എന്തിനെ കൊണ്ടെങ്കിലും ഒന്ന് കുത്തി നോക്കുക, അതിൽ ഒട്ടുന്നില്ലെങ്കിൽ പാകമായിട്ടുണ്ട്. നമ്മുടെ പാപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് എടുത്തിട്ട് നന്നായിട്ട് തണിഞ്ഞ ശേഷം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഏതായാലും ഫാനിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം. എൻ്റെ മോന് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്, അപ്പോൾ ഇത് കൊടുക്കണമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ, അപ്പോൾ ഞാൻ തണുപ്പിച്ചിട്ട് വരട്ടെ. ചെറിയ പ്ലേറ്റ് കൂടി വെച്ച് കൊടുത്തു. അതൊന്ന് അടച്ച് വെച്ചിട്ട്
അത് കുറഞ്ഞ സമയം വേണ്ടുള്ളൂ, അത്രയും ബാറ്റർ അതിലില്ല. അതുകൊണ്ട് ഒരു 10-12 മിനിറ്റ് കൊണ്ട് അത് വെന്ത് കിട്ടും. ഇത്തിരി തണുത്ത ശേഷം ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം കൂട്ടിക്കഴിക്കാൻ പൊട്ടറ്റോ ബാജിയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡ്യൂട്ടിക്ക് കൊണ്ടാൾക്ക് കൊടുത്തിട്ട് വരാം. അങ്ങനെ പാപ്പുട്ട് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ എടുത്ത് കഴിക്കാം. നല്ല രുചികരമായ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. ആ ബെല്ലൈക്കണം ഒന്ന് തട്ടിയിട്ട് മുട്ടിയിട്ട് പോവുക. താങ്ക് യു ഫോർ വാച്ചിങ്.